ഹായ് ഫ്രണ്ട്സ്, എ ഡേ ഫോർ എവരി വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ തോട്ടത്തിലേക്കൊന്ന് തെങ്ങിൻ തോപ്പിലേക്കൊന്ന് പോവാണ്. ഞാൻ എൻ്റെ ടോമീനെയും മാഗീനെയും എൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറെ ഒന്നുമല്ല, പുല്ല് നിറച്ചുണ്ട്. നമുക്കതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെയൊക്കെയാണ്. എന്നിട്ട് വേണം പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താലല്ലേ നമുക്ക് പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പച്ചക്കറി കൃഷിയൊക്കെ കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ്. ഈ സമയമാകുമ്പോൾ മഴക്കാലമൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് ഞാൻ പച്ചക്കറി കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാറ്. നമുക്ക് വീട്ടിന് ആവശ്യത്തിനുള്ളതാണ് ഞാൻ ഉണ്ടാക്കാറുള്ളൂ, ഒരുപാടൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വെണ്ടയൊക്കെ ഒരു 30 കട വെണ്ടയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പടവലങ്ങയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 3-4 തരം പച്ചക്കറി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഒരുപാട് പച്ചക്കറി ഞാൻ ചെയ്യാറില്ല. കാരണം ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പണിക്ക് ഇങ്ങനെ വേറെ പറമ്പ് വൃത്തിയാക്കാൻ ആൾ വരും എന്നല്ലാതെ പച്ചക്കറി വെച്ച് ചെയ്യാനൊന്നും ഞാൻ ആരെയും വിളിക്കാറില്ല. പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. എനിക്കും ഒരു നേരം പോക്കാണത്. എനിക്കിഷ്ടമാണ് പച്ചക്കറി ചെയ്യാനൊക്കെ ആയിട്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉള്ളത് നല്ലതാണല്ലോ. അപ്പോൾ അത് നമുക്ക് മനസ്സിനൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ സ്വയം ചെയ്യുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനായിട്ട് വേറെ ആരെയും വെക്കാത്തത്. പറമ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ആളെ വെക്കും എന്ന് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ തെങ്ങിൻ്റെ കട വാങ്ങുക, അങ്ങനത്തെ വലിയ കാര്യങ്ങളൊക്കെ പണിക്ക് ആളെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. അതുകൊണ്ട് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അത് ചെറുതായിട്ട് എനിക്ക് ചെറിയ കൈക്കോട്ടും കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഞാൻ ചെയ്യും. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് നന്നായിട്ട് വിളവെടുപ്പൊക്കെ ഉണ്ടാവാറുണ്ട്, നിറയെ പച്ചക്കറി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നായക്കുട്ടികളെ ഇനി ഞാൻ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നിറച്ച് പുല്ലാണ്. ഇപ്പോൾ നിറയെ പുല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ തെങ്ങും തോപ്പായതുകൊണ്ട് നമുക്ക് വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കിയിട്ടേ നമുക്ക് പച്ചക്കറി വെക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം പച്ചക്കറിക്ക് നല്ല വെയിൽ വേണമല്ലോ. അപ്പോൾ തെങ്ങും കവുങ്ങും വാഴയൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ വെയിൽ കിട്ടുന്ന എല്ലാ സ്ഥലത്തും ഒരേപോലെ വെയിൽ കിട്ടുന്ന സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് വെയിൽ നോക്കിയിട്ട് വേണം എനിക്ക് കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പുല്ല് നിറയെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. നല്ല പുല്ലാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച പോലെ പുല്ല് വരാറുണ്ട്. അപ്പോൾ ചിലർ മരുന്നടിച്ചിട്ടൊക്കെ പുല്ല് കളയുന്നൊക്കെ അറിയാം. പക്ഷെ ഞാൻ ചെയ്യിപ്പിക്കാറില്ല. കാരണം അത് നമുക്ക് മണ്ണിന് കേട് വരുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അത് ചെയ്യാറില്ല. പണിക്കാളെ വെച്ചിട്ട് തന്നെ പുല്ല് ചെത്തി ഉരയ്ക്കും. പിന്നെ തെങ്ങിൻ്റെ കട വാങ്ങും, കവുങ്ങിൻ്റെ കട വാങ്ങുമ്പോൾ അതിലേക്ക് വാഴയ്ക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ പുല്ലൊക്കെ അതിൻ്റെ അടിയിൽ പോവും. അപ്പോൾ അത് അങ്ങനെ വൃത്തിയാക്കി എടുക്കാനാണ് പതിവ്. കൊള്ളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കട കൊള്ളി ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കൊള്ളിയാണ് എനിക്ക് കിട്ടിയത്. അപ്പം അങ്ങനെ കുറേയൊക്കെ ഇപ്പോൾ പണിക്ക് ആളെ വെച്ചിട്ട് ഇപ്പോൾ വൃത്തിയായി തുടങ്ങി. കുറച്ച് കൊപ്പച്ചെടി ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പച്ചക്കറിക്ക് എപ്പോഴും പുറത്തുനിന്ന് തന്നെ വാങ്ങണമെന്നൊന്നും ഇല്ലല്ലോ. വീട്ടിലും പച്ചക്കറി കൊപ്പക്കായൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നല്ല കറി അവിയലൊക്കെ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ചപ്പാത്തിക്കും നന്നായിരിക്കും. അപ്പോൾ കൊള്ളി ഇത് പറിച്ചിട്ട് കൊമ്പാണ് കേട്ടോ. അതിന് നല്ല മൂത്ത കൊമ്പ് വണ്ണുള്ള കുറച്ച് നോക്കിയിട്ട് അത് വെട്ടിന് വെക്കാനുണ്ട്. അത് വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ്. ഒക്കെ വൃത്തിയാക്കി വരികയാണ്. മുഴുവനായിട്ടില്ല. കുറച്ച് ദിവസം പിടിക്കും. പണിക്കാരൻ അതൊക്കെ വൃത്തിയാക്കി ചെയ്ത് തരുന്ന ആൾ. അത് ബംഗാളീസിനെയാണ് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എപ്പോഴും ഒഴിവ് കിട്ടാറില്ല. അതുകൊണ്ട് അവരാണ് അന്നിടയ്ക്ക് ചെയ്തു തരാറ്. അപ്പോൾ എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരാളല്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല സ്ഥലം നോക്കി. ചീരയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. പച്ചച്ചീര, ചുവന്ന ചീര. അപ്പോൾ കുറച്ച് ഞാൻ പച്ചക്കറി ചെടികൾ വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. കുറച്ച് മുളപ്പിക്കാനായിട്ട് പാകിയിട്ടുമുണ്ട് ഞാൻ. അപ്പോൾ വരുന്നതിനനുസരിച്ച് കുറേശ്ശെ ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെ കവുങ്ങ് ഞാൻ തന്നെ നട്ടതാണ് കേട്ടോ. ഈ കവുങ്ങൊക്കെ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ഇനി പുല്ല് വന്നിട്ടുണ്ട്. ആ പുല്ലൊക്കെ ഇനി മാറ്റണം. അവിടെയൊക്കെ നല്ല വെയിൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി വെക്കണം.
എന്നിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. തെങ്ങിൻ്റെ കടയൊക്കെ ഞാൻ പണിക്ക് വന്ന ആളെ കൊണ്ട്, ആ ചേട്ടനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചു. ഞാൻ ഇപ്രാവശ്യം പടവലങ്ങ കിട്ടിയിട്ടില്ല. എനിക്ക് കയ്പ്പയ്ക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് കൊള്ളി ഞാൻ പറിച്ചതാണ് കേട്ടോ. നല്ല കൊള്ളിയാണ്. ഒരു കടയെ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി അവിടെ പറിക്കാനായിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരുമിച്ച് പറിച്ചില്ല. അപ്പം ഇവിടെയൊക്കെ ചേമ്പും ചേനയൊക്കെ നടാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യണം. കുറേശ്ശെ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. എല്ലാം കൂടി ഒരുമിച്ച് എനിക്ക് പറ്റില്ല. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചെയ്തെടുക്കാമെന്നുള്ള വിചാരത്തിലാണ്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് പുല്ല് കളയുക എന്നുള്ളതാണ്. ആ പുല്ല് കളഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയൊരു സമാധാനമായി. നമുക്ക് നമ്മുടെ പറമ്പ് പുല്ല് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് എന്താ എവിടെയാണ് പച്ചക്കറി നോക്കിയിട്ട് വെയിൽ വരുന്ന സ്ഥലത്ത് വെയിലത്ത് ഉണ്ടാവുന്ന പച്ചക്കറികളും തണലത്ത് ഉണ്ടാവുന്ന പച്ചക്കറികൾ, ഇപ്പോൾ ചേമ്പ്, ചേന, മഞ്ഞൾ, ഇഞ്ചി, ഇതൊക്കെ നമുക്ക് തണലത്ത് വെക്കാം. അതിനൊന്നും വലിയ വെയിൽ വേണമെന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് തണലത്ത് വെക്കാം. പിന്നെ ചൂഞ്ഞമുളക്, നമ്മുടെ കാന്താരി മുളകൊക്കെ ഇല്ലേ, ചൂഞ്ഞമുളക്, ചെറിയ മുളക്. അപ്പോൾ അത് വിത്ത് ഞാൻ പാവി വെച്ചിട്ടുണ്ട്. അത് മുളച്ച് വരണേ ഉള്ളൂ. അതൊക്കെ എല്ലാം പാവിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചേന പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ആയിട്ട് അത് പറിക്കാൻ വെച്ചിട്ടാണ്. എന്നിട്ട് വേണം ചേനയൊക്കെ നടാനായിട്ട്. ഇവിടെ നല്ല വെയിൽ വരുന്ന സ്ഥലമാണ്. അവിടെ നിറച്ച് പുല്ലാണ്. ഈ പുല്ല് മുഴുവൻ കളഞ്ഞാൽ നമുക്കിവിടെ വെണ്ടയൊക്കെ കൃഷി ചെയ്യാൻ നന്നായിരിക്കും. കാരണം വെണ്ടയ്ക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അട്ടൽ പാടില്ല. അട്ടൽ എന്ന് പറഞ്ഞാൽ നിഴൽ വരാൻ പാടില്ല. വേറൊരു വൃക്ഷത്തിൻ്റെ നിഴൽ വരാൻ പാടില്ല. നല്ല തുറസ്സായ സ്ഥലത്ത് വേണം വെണ്ട കൃഷിയൊക്കെ ചെയ്യാനായിട്ട്. വെണ്ട, കയ്പ്പയ്ക്ക, അതൊക്കെ വഴുതനങ്ങ, അങ്ങനത്തെ ചെടികൾ വെയിൽ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് തണൽ പാടില്ല. എന്നാൽ അതേസമയം ചേമ്പ്, ചേന, മഞ്ഞൾ, ഇഞ്ചിക്കൊക്കെ തണലായാലും കുഴപ്പമില്ല. കൊള്ളിക്കൊക്കെ നല്ല വെയിൽ വേണ്ടതാണ്. അപ്പോൾ പറമ്പിലാണെങ്കിൽ എല്ലാ സ്ഥലത്തും വെയിൽ ഒരുപോലെ യൂണിഫോമായിട്ട് കിട്ടുന്ന പറമ്പല്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. കാരണം വാഴയും കവുങ്ങും തെങ്ങും മാവും പ്ലാവും ഒക്കെ ഉള്ള കാരണം അതൊക്കെ നോക്കിയിട്ട് വേണം എനിക്ക് അത് കൃഷി ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ ഈ വർഷം ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് വെണ്ടയാണ് നട്ടേന്ന്, അടുത്ത വർഷം അതേ സ്ഥലത്ത് ഞാൻ വെണ്ട നടാറില്ല. ഞാൻ വേറെ എന്തെങ്കിലും പച്ചക്കറി, അതായത് വഴുതനങ്ങയോ അങ്ങനെ ചീരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ നട്ടു കൊടുക്കാറാണ് പതിവ്. അപ്പം സ്ഥലം മാറ്റി നടുമ്പോൾ വിളവും നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ്. അപ്പോൾ എനിക്ക് സക്സസ് ആവാറുമുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്വയം അധ്വാനമാണെന്നുള്ള ചെറിയൊരു അഹങ്കാരം എനിക്ക് ഉണ്ടാവുകയില്ല. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. എല്ലാവരുടെയും അനുമോദനം എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങളെല്ലാം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് സ്വയം അവനവനെ തന്നെ ബിസിയാക്കി വയ്ക്കുന്ന ഒരാളാണ്. ഒന്നുകിൽ ഇങ്ങനെ പച്ചക്കറി കൃഷി അങ്ങനെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ പൂക്കൾ, ചെടികൾ, അവർക്ക് വളമിട്ട് കൊടുക്കൽ, അങ്ങനെ എന്തെങ്കിലും. പിന്നെ നമ്മുടെ വീട്ടിലത്തെ പണികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ സ്വയം ഒരു ദിവസം മുഴുവൻ അവനവനെ ബിസിയാക്കി വയ്ക്കാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിലാണ് എൻ്റെ സമയം ഞാൻ നല്ല രീതിയിൽ ചിലവഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല ഒരു കാര്യത്തിനും. കാരണം നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് നന്നാവുള്ളൂ എന്ന് ഞാൻ കുട്ടിക്കാലം തൊട്ടേ കണ്ട് പഠിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും എല്ലാവരും സ്വന്തമായിട്ട് ഇതുപോലെ പറമ്പുണ്ട്, അവർ കൃഷി ചെയ്യാറുണ്ട്. അവർ തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യുക. അങ്ങനെ പണിക്കാളെ വയ്ക്കുക, അതൊക്കെ വലിയ പണികൾ. ഇപ്പോൾ തെങ്ങിൻ്റെ കട വാങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അവർ ആൾക്കാരെ വെക്കാറുള്ളൂ. അപ്പോൾ അത് കണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കും അതിലോട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൽ സന്തോഷം നമുക്ക് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും.
അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് നല്ല വെയിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് എൻ്റെ പറമ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ പുല്ല് വന്നിട്ടും പുല്ല് മുഴുവൻ പോയിട്ടും എങ്ങനെ ഇരിക്കണു എൻ്റെ പറമ്പ് എന്നുള്ളതാണ് ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. മുഴുവൻ പുല്ലും ആ ചേട്ടൻ വന്നൊക്കെ വൃത്തിയാക്കി എനിക്ക് തന്നിട്ടുണ്ട്. അയാളോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് പച്ചക്കറി ചെയ്യാനാണ്, അപ്പോൾ അതിനനുസരിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോരത് ചെയ്യുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ട്. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാം എന്ന് ഞാൻ കരുതി. അപ്പോൾ അതാണ് ഇപ്പോൾ കുറേശ്ശെ പിന്നീന്ന് ചെയ്ത് പകുതി മുക്കാലും കഴിയാറായി അങ്ങോരുടെ വർക്ക്. നന്നായി നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമുക്ക് വർക്ക് ചെയ്തു തരുന്ന ഒരാളാണ്. കണ്ടിടത്തോളം നല്ല ജോലിയാണ് അങ്ങോരുടെ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അങ്ങോരെല്ലാം വർക്കൗട്ടും ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും വീട്ടിലിരിക്കുന്നവരൊക്കെ ഒട്ടുമിക്ക പേരും പറ്റുന്നവരൊക്കെ ഈ കൃഷി ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് അറിയാം. കാരണം എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ പച്ചക്കറി ഉണ്ടായി കഴിഞ്ഞാൽ കൃഷിഭവനിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചേച്ചിമാർ അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസേഴ്സ് എന്നോട് പറയാറുണ്ട് അവരും ഇത് അവിടെ വേറെ ആൾക്കാർ കൊടുക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഇതിപ്പോൾ ഞാൻ വഴുതനങ്ങ ചെടി നേരത്തെ നട്ടു വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ പുല്ലൊക്കെ ഇവിടുത്തെ ആ ചേട്ടൻ കളഞ്ഞു തന്നപ്പോൾ ഞാൻ അതിനെ വൃത്തിക്ക് കടയൊക്കെ വാങ്ങി കുറച്ചത് വെള്ളം കിട്ടാതെയും പിന്നെ മര്യാദയ്ക്ക് അതിന് പുല്ല് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ വൃത്തിയായി കടയൊക്കെ വാങ്ങി വളം ചാണകപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇപ്പോൾ അവനൊന്ന് ഒരെണ്ണത്തിൽ മാത്രം പൂവുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു 8-9 വഴുതനങ്ങ ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് 9 എണ്ണം പിടിച്ചു. അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട്. ഇനിയും വാങ്ങിക്കണം. അപ്പോൾ ഇതേ ഒരു ഇതൊക്കെ എല്ലാം ആയിട്ടുണ്ട് പറമ്പിൽ. വൃത്തിയായിട്ടുണ്ട് ഒരുവിധം. പിന്നെ മണ്ണൊക്കെ ആ പുല്ലും ഇതൊക്കെ വാഴയുടെ കടയ്ക്കാണ് അങ്ങൊരു കൂട്ടിയിട്ട് തന്നത്. അപ്പോൾ വാഴയ്ക്ക് അതൊരു കടയ്ക്ക് പിന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടു. ഇപ്പോൾ വാഴയ്ക്ക് അതൊരു ഉറപ്പുമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടോമി ഇവിടെ ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ. കാരണം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അവൻ എന്നെ അല്ലെങ്കിൽ തട്ടിയിട്ട് തരും. അവനും എൻ്റെ ഒപ്പം നടക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനവിടെ കുറച്ച് നേരം കെട്ടിയിരുന്നു. അപ്പോൾ അവനവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. മാഗീനെ അപ്പുറത്തും കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും അതത്ര വലിയ ഇഷ്ടമായിട്ടില്ല. കാരണം അവർക്ക് ഓടി കളിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഫ്രീഡം ആരാണോ ഇഷ്ടപ്പെടാത്തത് അല്ലേ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ പച്ചക്കറി കൃഷിയുടെ ഉള്ളിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ അവരതൊക്കെ ശരിയാക്കി തരും എനിക്ക്. അതുകൊണ്ട് ഞാൻ അവരേനെ ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു കൺട്രോൾ വെച്ചില്ലെങ്കിൽ എൻ്റെ അധ്വാനം ഒരു വെള്ളത്തിലാക്കി തരാൻ എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് 2 പേരും കൂടി കഴിഞ്ഞാൽ തല കുത്തി മറിയും അവർ. അതാണ് അവർ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിൽ കണ്ടോ, വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യാനായി പച്ചക്കറി നടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളോട് വിശേഷം പങ്കുവയ്ക്കുമ്പോൾ എനിക്കും അതൊരു വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ അധ്വാനിക്കുന്നത് എല്ലാവരും ഒന്ന് അറിയുമ്പോഴും നിങ്ങൾക്കും അതിൽ ഇനിയും ഒരുപാട് പേര് ഇത് കൃഷി ചെയ്യുന്നുണ്ടാവും സ്വന്തമായിട്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ചെയ്യാത്തവരൊക്കെ ഇത് ചെയ്യുന്നത് വളരെ നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് വളരെയധികം സന്തോഷം മനസ്സിന് തരുന്ന ഒരു കാര്യമാണ്. എനിക്ക് സത്യം പറയാന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ വാച്ച് ചെയ്യാറുണ്ട്. അതിലൊരുപാട് പേരെ ഞാൻ ഫോളോയും ചെയ്യാറുണ്ട്. അതിലൊരാളാണ് മിനീസ് ലൈഫ് സ്റ്റൈല്. അവർ വളരെയധികം പ്രചോദനം തരുന്ന ഒരു യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ അവരതിനെ പറ്റി പറയുന്നു. അവരോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെയും വേറെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്കും അതും എനിക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് ചോദിക്കാറുണ്ട്. പിന്നെ എൻ്റെ ചെറിയമ്മമാരോടും എല്ലാവരോടും ചോദിക്കാറുണ്ട് അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ എല്ലാം നമുക്കും ഒരു അറിവുകളാണല്ലോ എല്ലാം. അപ്പോൾ ഞാൻ ചെയ്യണത് നിങ്ങളോടും ഞാൻ ഷെയർ ചെയ്യണു. നിങ്ങൾക്കും അതൊരു സപ്പോർട്ടാവും. എനിക്കും എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞു തരാം. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ മുഖാന്തരം ഷെയർ ചെയ്യുന്നതാണ്.
അപ്പോൾ എല്ലാവരും ക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഞാൻ എൻ്റെ പച്ചക്കറി നടുന്നതായിരിക്കും ഞാൻ കാണിക്കുന്നത്. എല്ലാവർക്കും സപ്പോർട്ട് എനിക്ക് വേണം. താങ്ക് യു.